മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ സമരം തുടർന്ന് സമരസമിതി. രേഖകൾ ഉള്ള ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെങ്കിലും വഖഫ് ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഒഴിവാക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെ പ്രതീക്ഷയോടെയാണ് മുനമ്പം ജനത കാണുന്നത്. സർക്കാർ നൽകിയ ഉറപ്പിൽ പ്രതീക്ഷയുണ്ടെങ്കിലും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാനാണ് സമരസമിതി തീരുമാനം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഭൂമിയിടപാടിലെ നൂലാമാലകൾ പരിഹരിക്കാൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നാളെ മുനമ്പം സന്ദർശിക്കും. കമ്മീഷൻ നടപടികളുമായി സമരസമിതി സഹകരിക്കും. കേസ് കോടതിയിൽ വരുമ്പോൾ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ്. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളോട് പ്രതിപക്ഷവും സമരക്കാരും എല്ലാവരും സഹകരിക്കുക. ബൊണോഫൈഡ് ആയിട്ടുള്ള ഒക്യുപ്പൻസിന്റെ അവരുടെ ലീഗൽ റൈറ്റ് സംരക്ഷിക്കാൻ സാധ്യമാകുന്നതെന്തോ അതെല്ലാം സർക്കാർ സ്വീകരിക്കും. മുനമ്പത്ത് താമസിക്കുന്നവർക്ക് ഭൂമി കിട്ടണമെന്നും അതിനായി ജുഡീഷ്യൽ കമ്മീഷൻ കൂടുതൽ സമയമെടുത്താലും തെറ്റില്ലെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ഞങ്ങളെ ഒരു ഉറച്ച സ്റ്റാൻഡ്, നിലവിൽ ഭൂമിയുള്ളവരുടെ കയ്യിലെ ഭൂമി അവർക്ക് തന്നെ നൽകി ഈ വിഷയം തീർക്കണമെന്നാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വേഗം തീർക്കേണ്ടതാണെങ്കിൽ പോലും കുറ്റമറ്റ രീതിയിൽ തീരാൻ ഇത്തിരി സമയം എടുക്കേണ്ടി വന്നാലും അത് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നാളെ ആരംഭിക്കാനിരിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ വരുമെന്നാണ് മുനമ്പം നിവാസികളുടെ പ്രതീക്ഷ. 2013 ശേഷം വഖഫിലേക്ക് പോയ ഭൂമികൾ പുനഃപരിശോധിക്കണമെന്ന തീരുമാനമുണ്ടായാൽ നിലവിലെ പ്രതിസന്ധിയിൽ പരിഹാരമുണ്ടാകുമെന്നാണ് മുനമ്പം നിവാസികളുടെ കണക്കുകൂട്ടൽ. 24 കൊച്ചി.